എല്ലാവർക്കും നമ്മുടെ സീരിയസ് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം നാളെ നമ്മുടെ ബേസിക് സയൻസ് എക്സാമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക കേട്ടോ. എക്സാംസൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക, എല്ലാം പിൻഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് എന്താ, പ്യുവർ കോക്കനട്ട് ഓയിൽ ഈസ് ഓഫേർഡ് ഇൻ റൈറ്റൺ ഓൺ പാക്കറ്റ്സ് സോളിഡ് ഇൻ ദ മാർക്കറ്റ്. സയൻറ്റിഫിക്കലി ഈസ് കോക്കനട്ട് ഓയിൽ എ പ്യുവർ സബ്സ്റ്റൻസ്. കോക്കനട്ട് ഓയിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ ബൈ എക്സ്പ്ലെയിനിങ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് ഇൻ ഇറ്റ് അപ്പിയർ ടു എ സയൻറ്റിഫിക്കലി പ്യുവർ സബ്സ്റ്റൻസ് ലൈക്ക് വാട്ടർ. അതായത് നമുക്കറിയാം അല്ലേ, നമ്മളുടെ ഈ കാണുന്ന വാട്ടർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിനകത്ത് മോളിക്യൂളെല്ലാം സെയിം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ കോക്കനട്ട് ഓയിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഉത്തരം നോക്കാം. നമ്മളെന്തായാലും ഉത്തരം എഴുതുക. നോക്കിക്കേ, നോ കോക്കനട്ട് ഓയിൽ ഈസ് നോട്ട് എ സയൻറ്റിഫിക്കലി പ്യുവർ സബ്സ്റ്റൻസ്. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഒരു സയൻറ്റിഫിക്കലി ആയിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസ് അല്ല. എ പ്യുവർ സബ്സ്റ്റൻസ് ലൈക്ക് വാട്ടർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കൺസിസ്റ്റേഴ്സ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ. കോക്കനട്ട് ഓയിൽ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. കോക്കനട്ട് ഓയിൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾ ഉണ്ട്. മോളിക്യൂൾസ് എക്സാമ്പിൾസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. It does not consist of a single type of practical thought. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത്? നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ആണ്. അതിലത്ത് തന്നെ ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് പ്രോസസ് ഇൻ ടു ദ കറക്റ്റ് കോളംസ്. സാൾട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊണ്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സാൾട്ട് ഡിസോൾവിങ് ഇൻ വാട്ടർ. വെള്ളത്തിൽ സാൾട്ട് ഡിസോൾവ് ആവുന്നത്. ടീ ജസ്റ്റ് സ്റ്റില്ലിങ് ഇൻ ടീ. ടീയുടെ ചായപ്പൊടി ചായയിൽ അടിയിൽ പറ്റി പിടിച്ച് കിടക്കുന്നത്. അയൺ പൗഡർ മിക്സ്ഡ് വിത്ത് സാൻഡ്. അയൺ പൗഡറും സാൻഡും മിക്സ് ആവുന്നത്. ഇരുമ്പ് പൊടിയും മണലും മിക്സ് ആവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. എന്താ കാർബൺ ഡൈ ഓക്സൈഡ് സോഡ വാട്ടറിൽ മിക്സ് ആവുന്നത്. ഇങ്ങനെയുള്ളതാണ് നമുക്ക് കുറച്ച് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടിയിൽ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹോമോജീനിയസും ഹെട്രോജീനിയസും നമ്മളോട് ചെയ്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമോജീനിയസും ഹെട്രോജീനിയസും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോമോജീനിയസ് ഹെട്രോജീനിയസ് തരംതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തരംതിരിക്കുക. ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കുക, ഹോമോജീനിയസ് മിക്സ്ചറിൽ സാൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ഇവിടെ കാണുന്ന സാൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ എന്തിൽ പെടും? നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചറിൽ. ഞാനിപ്പം ഹോമോജീനിയസിനൊക്കെ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഹോമോജീനിയസ് മിക്സ്ചറാണ് എന്ത്? നമ്മുടെ സാൾട്ട് ഡിസോൾവിങ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്. അതിലപേക്ഷിച്ച് നമ്മുടെ ടീ ഡസ്റ്റ് സ്റ്റില്ലിങ് ഇൻ ടീ അത് ഇതിലാണ് പെടുന്നത്. അത് ഹെട്രോജീനിയസ് മിക്സ്ചറിലാണ് അത് പെടുന്നത്. ഹെട്രോജീനിയസ് മിക്സ്ചറിലാണ് അത് പെടുക. നെക്സ്റ്റ് നോക്കാം, അയൺ പൗഡർ മിക്സ്ഡ് വിത്ത് സാൻഡ് വാട്ടർ. അയൺ പൗഡർ എന്ത് ചെയ്യാണ്? നമ്മുടെ സാൻഡിൽ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യാണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ തന്നെയാണ്. അപ്പം എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ സോഡ വാട്ടർ എന്തായാലും നമ്മളുടെ ഹോമോജീനിയസ് മിക്സ്ചറിലാണ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, സോഡ, കാർബൺസ് അങ്ങനത്തെ ഐറ്റംസ് കൂടുതലും ഈ അലിഞ്ഞ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നത് കൂടുതലും വരിക ഹോമോജീനിയസിലാണ്. അതല്ലാതെ വരുന്നതാണ് കൂടുതലും ഹെട്രോയിൽ വരുള്ളൂ. ഹെട്രോജീനിയസിൽ വരുന്ന കണ്ടോ, അയൺ പൗഡർ മിക്സ്ഡ് ഇൻ സ്റ്റാൻഡ്, ടീ, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ഹോമോയിൽ വരുന്നത്. ഹെട്രോയിൽ അപേക്ഷിച്ച് വരുന്നത് നമുക്ക് കുറച്ചുകൂടി വാട്ടർ, സാൻഡ്, സാൾട്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. ഈ ക്ലൂ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് തന്നെ ഒരു C ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. C ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻസ് കമ്പോണൻസ്. ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട്. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണ്?